ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ കളിക്കുന്നത് റോബ്ലക്സ് ആണ്. റോബ്ലക്സിൽ ഇന്ന് നമ്മൾ കളിക്കുന്ന എപ്പിസോഡ് എത്രയാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ എപ്പിസോഡാണ് ഗായ്സ്. ഇപ്പം നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡ് എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ലെവലുള്ളത് 130 ലെവലാണ് ഗായ്സ്. നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ ഗായ്സ് നമ്മൾ സൈബർ സോഡ് എടുക്കുന്നതാണ്, ഷാൻസിൻ്റെ വാൾ എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്ത് വെച്ചൊക്കെ ഈ ഒരു പ്ലേസിലേക്ക് വന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലാക്ക് കോട്ട് കിട്ടും. അത് നല്ലൊരു പവറിലാണ്. വെറും 50,000 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും ഗായ്സ്. അപ്പോൾ നമ്മളെ ലെവൽ 52 ആയിട്ടുണ്ട്, 152 ആയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കൂടി കൊന്നാൽ നമ്മളെ വിഷനെ സ്കൈ ഐലാൻഡിലേക്ക് മാറുന്നതാണ് ഗൈസ്. നമ്മളെ സ്കൈ ഐലാൻഡിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളെ വിഷനെ. ഇനി ഇപ്പതേ ഒരു കുറച്ച് ആൾക്കാരെ കൂടി കൊന്നാൽ നമ്മൾക്ക് നേരെ കൊളോസിയത്തേക്ക് നമ്മളെ വിഷന് മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെല്ലാവരും കൂടി കൊല്ലണം. അപ്പോൾ നമ്മളെ ലെവൽ ഇപ്പോൾ ഉള്ളത് 293 ലെവലാണുള്ളത് ഗൈസ്. നമുക്ക് എന്തായാലും ഇവരെല്ലാവരെയും തീർക്കണം. ഈ ഒരു രണ്ടാമത്തെ കുറച്ച് കൊല്ലണ ആൾക്കാർ ഇത്തിരി ആൾക്കാരുണ്ടാവുള്ളൂ. പിന്നെ ഗൈസ് നമ്മളെ ലൈറ്റ് ഫുള്ള് ഇതാക്കിയിട്ടുണ്ടാവും വഴിക്കാൻ ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈറ്റിംഗ് സ്റ്റൈൽ മാറ്റാൻ പോകാം. നമ്മൾ നേരെ കയറാൻ പോകണം ഇലക്ട്രിക്കാണ്. അപ്പോൾ അത് എവിടെ ഉള്ളത് പറഞ്ഞാൽ സ്കൈ ഐലാൻഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വേഗം സ്കൈ ഐലാൻഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ മേടിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെയാണുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽ ഉള്ളത്. നമ്മൾ പൈസ വരുന്നത് വെറും 5 ലക്ഷമാണ് ഗൈസ് വരുന്നത്. ചെറിയ വിലയാണ് ഗൈസ്. അതും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഫൈറ്റിംഗ് സ്റ്റൈൽ നമ്മൾ വേഗം മാറ്റിയിട്ട് ഇലക്ട്രിക്കൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ലെവൽ 200 ആയാലും മതി. പക്ഷേ നമ്മൾ കുറച്ചും കൂടി പൈസ കിട്ടിയിട്ട് ഇലക്ട്രിക്കിൻ്റെ ഇത് വാങ്ങാൻ വേണ്ടി കുറച്ച് നേരം കാത്തുന്നതാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഷാൻസിൻ്റെ വാളാണ് ഗൈസ്. ഷാൻസിൻ്റെ വാൾ എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഫുള്ളാക്കേണ്ട ഒരു പസിലുണ്ട്. നമ്മളെ ജംഗലിലാണ് ആ പസിലുള്ളത്. അത് നമ്മളെല്ലാവരും ഒന്ന് ഫുള്ളാക്കുക. സിമ്പിളാണ്. ഒരു 4-5 ഫുള്ളാക്കാണ്ടാവുള്ളൂ ജംഗലിൽ. അത് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്കൊരു സ്ഥലം ഓപ്പൺ ആവും നമ്മൾ. അപ്പോൾ ഗൈസ് ഒന്നാമത്തെ ഉള്ളത് ഈ ഒരു മരത്തിൻ്റെ സ്ഥലത്താണ്. ഈ ഒരു മരത്തിൻ്റെ സ്ഥലത്ത് ചിലയിടത്ത് പച്ച കത്തി നിന്നിട്ടുണ്ടാവും, നമ്മൾ അറിയാതെ കഴിയുമ്പോൾ തട്ടുമ്പോഴൊക്കെ. പിന്നെ ഉള്ളത് ഇവിടെയാണ്. ഇത് നമ്മളൊന്ന് ഫുള്ളാക്കണം ഗൈസ്. നമുക്ക് ഊസോപ്പിൻ്റെ ഒരു തുപ്പി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഊസോപ്പ് ഹാറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ എന്താട്ടാം, നമുക്ക് അടുത്തത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പോവാം. അടുത്തതുള്ളത് ഇവിടെ ആയിട്ടാണ് ഗൈസ് ഉള്ളത്. നമുക്ക് അതിൻ്റെ അടുത്തൊരു ഫ്രൂട്ടും കൂടി ഉണ്ടായി, നമുക്ക് നല്ല എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഉള്ള ഇവിടെ ആയിട്ട് നിലത്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു തലക്കൊക്കെ വന്നാൽ മനസ്സിലാവും ഇതാക്കണം. ഇത് സാധാരണ ഒരു മൂടികാണ്ടൊക്കെ എടുക്കുക. ഞാൻ ആദ്യം പച്ചാക്കി വെച്ചതാണ്. നിങ്ങളെന്തായാലും എല്ലാവരും പച്ചാക്കുക. പിന്നെ ഗൈസ് പിന്നെ ഉള്ളത് ഇവിടെ ആയിട്ടാണ് എന്താക്കണേ, ഇവിടെ ഒന്നുണ്ട്. പിന്നെ അടുത്തതുള്ളത് കുറച്ചും കൂടി പോയിട്ട് നമ്മൾ ഇവിടെ ആയിട്ടുള്ളത് ഇവിടുന്ന് അടിയൊക്കെ ചാടുക. നമ്മളെ ഇവിടുത്തെ കാസ്റ്റ് എടുക്കണ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ആയിട്ട് നിലത്ത് എടുക്കുന്നുണ്ട് ഗൈസ്. ഇതാക്കണേ ഇതുകൂടി നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വന്നിട്ട് നേരെ എന്താട്ടോ ഇവിടെ അപ്പോൾ തുറന്നിട്ടുണ്ടാകുക. അപ്പോൾ അതിൽ ഫുള്ളാക്കിയോണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് ഇറങ്ങുക. എന്നിട്ട് നമ്മൾ എന്താട്ടോ ഇവിടെ ഒരു ടോർച്ച് ഉണ്ടാവും. ആ ടോർച്ച് നമ്മൾ എടുക്കണം ഗൈസ്. നമ്മൾ ആ ടോർച്ച് എന്തായാലും എടുത്തിട്ട് എന്താട്ടണം, നേരെ നമ്മൾ പോകേണ്ടത് പിന്നെ ഡെസേർട്ടിലേക്കാണ്. നമ്മൾ ഡെസേർട്ടിലേക്ക് പോകണം വേഗം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ചാവാതെ ആ ടോർച്ച് കൊണ്ടുവരണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഈ ഒരു സ്ഥലമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നേരെ എന്താട്ടാ കുറച്ചും കൂടി അടിയിക്കുമ്പോൾ ഈ ഒരു വാതിലിൻ്റെ അവിടെ ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി. ഒന്ന് കൈക്ക് പിടിച്ചാൽ തന്നെ താനേ കത്തും. എന്നിട്ട് നമ്മളെന്താട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു കപ്പ് പോലെ ഉണ്ടാവും, ഒരു കപ്പ് ഉണ്ടാവും. ഇത് നമ്മൾ നേരെ എടുത്തിട്ട് നേരെ എന്താട്ടോ നമ്മൾ നേരെ ഫോർസോൺ വില്ലേജിലേക്ക് പോകണം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഫോർസോൺ വില്ലേജിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ കൈക്ക് കപ്പ് കുടിക്കാം. എന്നിട്ട് എന്താട്ടോ ഇവിടുന്ന് മേലിന്ന് വെള്ളം വെച്ചിട്ടുണ്ടാവും. നമ്മളെന്താട്ടോ ഈ കപ്പൊക്കെ ടാർഗറ്റാക്കി ആക്കണമെന്നില്ല, നേരെ കപ്പിലേക്ക് ആക്കണമെന്നില്ല ആക്കുക. എന്നിട്ട് നമുക്ക് എന്താട്ടാ നേരെ മേലേക്ക് പോവാം. മേലേക്ക് പോകണം നേരം കൊണ്ട് നിങ്ങളെന്താട്ടാ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ചെയ്തൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് എന്താട്ടോ നേരെ ഇയാളടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് എന്താട്ടണം, ഇയാൾക്ക് കൈക്ക് കപ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം.
അപ്പം നമ്മളോട് എന്താ കിട്ടും, അയാൾ പറയും നമ്മളോട് പറയും പൈലറ്റ് വില്ലേജിലേക്ക് പോകാൻ. പൈലറ്റ് വില്ലേജിൽ റിച്ച് മാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളുടെ അടുത്തേക്ക് പോകണം എന്ന് പറയും. അപ്പം നമുക്ക് എന്താ ഈ കപ്പ് എന്തായാലും കൊടുക്കുക. കപ്പ് കൊടുത്തപ്പോൾ അയാൾ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താട്ടി ഇവിടേക്ക് പോകാൻ പറയുന്നുണ്ട്, പൈലറ്റ് വില്ലേജിലേക്ക്. അപ്പം നമുക്ക് നേരെ തട്ടാ പൈലറ്റ് വില്ലേജിലേക്ക് പോവാം ഗായ്സ്. അപ്പം ഗൈസ് നമുക്ക് ഇയാളടുത്ത് വന്ന് കണ്ട് എന്താട്ടണോ അത് കൊടുക്കണം. ഇയാളേക്കൊന്നൊരു ഭീഷണി വാങ്ങാണ്ട് അത് വാങ്ങാം ഗൈസ് നമ്മൾ വേഗം. എന്നിട്ട് നമുക്ക് എന്താട്ടാം ഇതിൻ്റെ ബാക്കിലൊരു സ്ഥലമുണ്ട്, കുറച്ച് ബാക്കിൽ തന്നെ. അവിടെ പോയിക്കാണ്ട് ഒരാളുണ്ടാവും, ഇയാളെ തീർക്കണം. ഈ സ്ഥലമുള്ള പൈലറ്റ് വില്ലേജിൻ്റെ ബാക്കിലാണ്. നമ്മൾ വേഗം പോയിട്ട് എന്താട്ടോ ഈ NPCനെ വേഗം. അപ്പം നമുക്ക് എന്താട്ടും ആ കീ നമ്മളെ കൈക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ചാവി കൊണ്ട് നേരെ ഇവിടെ നിന്ന് തുറക്കാം. ചിലപ്പോൾ അവനെ ഈ സെർവറിൽ ഉണ്ടാവില്ല, അവൻ ആരെങ്കിലും കൊന്നുകൊണ്ട്. അപ്പം സെർവർ മാറി കയറിയിട്ടുണ്ട്. ലാസ്റ്റ് അവനക്ക് ഒരട്ട കൊന്നാലേ ഓൻ്റെ ജീവൻ അപ്പം തന്നെ ഫുള്ളാവും. അപ്പം നമ്മളെന്താട്ടോ വേഗം നമ്മൾ ചാവാതെ അവനെ കൊല്ലാൻ നോക്കുക ഗൈസ്. അപ്പം നമുക്ക് എന്താട്ടോ അവനെ വേഗം കൊല്ലാൻ ഗൈസ്. ഇപ്പം അവനെ കൊന്നിട്ടുണ്ട്. കൊന്നപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈമിനെ കൊല്ലുമ്പോൾ തന്നെ അവൻ്റെ സോഡ് കിട്ടും ഗൈസ്. നമുക്ക് പോരാത്തിന് നമുക്ക് 5000 രൂപ കിട്ടും ചെയ്യും. അപ്പം നമുക്ക് എന്താട്ടാ വേഗം ഈ സ്വാഡ്ക്ക് നമുക്ക് അധികം സ്റ്റാറ്റ് നമുക്ക് ഈ സ്വാഡ്ക്ക് കുറച്ച് കൊടുക്കാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് സ്വാഡ് കൊണ്ട് വേഗം തീർക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്ത് വെച്ചേക്കുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ വരുന്നതാണ്. ബായ്.